ലോകം ശ്വാസമടക്കി പിടിച്ചു നോക്കി നിൽക്കുന്ന രീതിയിൽ ഇറാൻ അമേരിക്ക സംഘർഷം ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി പേർഷ്യൻ കടലിൽ നാവികസേനകൾ തമ്മിലും ആകാശത്ത് വ്യോമസേനകൾ തമ്മിലും അതിശക്തമായ പോരാട്ടം തുടരുകയാണ്. എന്നാൽ ഇത്രയേറെ വ്യോമ നാവിക ആക്രമണങ്ങൾ നടത്തിയിട്ടും തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കാണാൻ കഴിയാത്ത പശ്ചാത്തലത്തിലാണ് അമേരിക്ക ഇപ്പോൾ യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. വ്യോമസേനയുടെ ബോംബാക്രമണങ്ങളിലൂടെയോ നാവികസേനയുടെ കടൽ യുദ്ധത്തിലൂടെയോ കാര്യങ്ങൾ നേടാൻ സാധിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് ഇറാന്റെ മണ്ണിലേക്ക് നേരിട്ട് ഒരു വൻ കരയുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി അയൽ രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ അമേരിക്കൻ സൈന്യം എത്തിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 3500-ലധികം സൈനികരെ മേഖലയിൽ വിന്യസിച്ചുകൊണ്ട് ഇറാന്റെ അതിർത്തിക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറി കാര്യങ്ങൾ കൈപ്പിടിയിലാക്കാനാണ് പെന്റഗൺ ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇറാന്റെ മറുപടി അമേരിക്കയെ വിറപ്പിക്കുന്നതാണ്. ഇറാന്റെ മണ്ണിലേക്ക് കാലുകുത്തുന്ന അമേരിക്കൻ പട്ടാളം പേർഷ്യൻ കടലിലെ സ്രാവുകൾക്ക് ഭക്ഷണമാകേണ്ടി വരുമെന്നും അവിടെ നിന്ന് ഒരാൾ പോലും ജീവനോടെ മടങ്ങിപ്പോകില്ലെന്നുമാണ് ഇറാൻ സൈന്യം നൽകിയിരിക്കുന്ന അന്ത്യശാസനം. ചരിത്രം പരിശോധിച്ചാൽ അമേരിക്കയ്ക്ക് ഇതൊരു വലിയ പാഠമാണ്. വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും വൻ സൈനിക സന്നാഹവുമായി പോയ അമേരിക്കയ്ക്ക് തുടക്കത്തിൽ ചില വിജയങ്ങൾ നേടാനായെങ്കിലും ഒടുവിൽ നാണം കെട്ട തോൽവിയാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. 20 വർഷം അഫ്ഗാനിസ്ഥാനിൽ താലിബാനോട് യുദ്ധം ചെയ്തിട്ടും ഒടുവിൽ ഭരണം താലിബാന് തന്നെ വിട്ടുനൽകി പിന്മാറേണ്ടി വന്ന അമേരിക്കൻ പട്ടാളത്തിന്റെ ചിത്രം ലോകത്തിന് മുന്നിലുണ്ട്. വിയറ്റ്നാമിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും എല്ലാവരെയും ആട്ടിയോടിച്ചതുപോലെ ഇറാന്റെ കഠിനമായ ഭൂപ്രകൃതിയിലും കരുത്തുറ്റ 6.5 ലക്ഷം സൈനികർക്ക് മുന്നിലും അമേരിക്കയ്ക്ക് അന്തിമമായി പരാജയം തന്നെയാകും സംഭവിക്കുക. ആധുനിക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഒളിപ്പോരിൽ വിദഗ്ധരായ ഇറാൻ സൈന്യം അമേരിക്കയ്ക്ക് ഒരു വലിയ ചതിക്കുഴിയാണ് ഒരുക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ഈ സാഹസം മറ്റൊരു വിയറ്റ്നാം ദുരന്തമായി മാറുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. യുദ്ധത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ആനുകാലികം ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ.